ഓക്കെ 25 വേഴ്സസ് 26 ആണ് ഇവിടുത്തെ ഇനീഷ്യൽ സിറ്റുവേഷൻ്റെ കൗണ്ട് കറൻ്റ്ലി ഓൺ ഗോയിങ്. ടി ജി എ പലേട്ട സൈഡ് ഓൺ ഗോയിങ് ആണ്. ഓക്കെ, ഈ മലയിലേക്കാണ് അവരുടെ ലക്ഷ്യം. ടി ജി ടി വി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിക്ക് രണ്ട് സൈഡും പിക്ക് വന്നിട്ടുണ്ട്. ടി വി തിരിച്ചു അടിച്ചെടുത്തോ. ഇതെന്താ ഇങ്ങനെ മേലെ ഇവിടെ വന്ന് വെല്ലുവിളിക്കല് കേട്ടറാ ഓടറാ. പേരാണോ? പേരാണോ? പറയാം. അമ്പത്തൂര് പാറ. അങ്ങനല്ല, ഞാൻ ഇവിടെ നേരത്തെ കത്തിപ്പോയ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, നമ്മള് അറിയണമല്ലോ. അമ്പത്തൂര് പാറ. ഞാൻ പറയാം, പേര് ഞാൻ പറയാം. എന്റെ പേര് എക്സ്കോഡ്. വണ്ടി ഫോൺ ചെയ്താ എല്ലാരും അടിക്കണ. ആരടിക്കണ? ഞങ്ങളെല്ലാരും ഇവന്മാരെ വിട്ടാ ഞാൻ ഇവിടെ അയക്കാം. 130 അടിക്കണ. അത് GR മേടിച്ചോട്ടതാ. എന്നെയും കൂടെ അല്ല, അപ്പൊ ഞാൻ പോണ്ട്. അല്ല, അവരും കൂടെ വരില്ല. വണ്ടി എടുക്കാൻ പോയത് 8 ആളെ വിട്ടുണ്ട്. ഓക്കെ. versus 26. 25 versus 26. ഓക്കെ, 25 versus 26 ആണ് ഇവിടുത്തെ ഇനീഷ്യൽ സിറ്റുവേഷൻ്റെ കൗണ്ട് കറൻ്റ്ലി ഓൺ ഗോയിങ്. നമുക്ക് നോക്കാം. അതനുസരിച്ചല്ലേ 25 versus 26. 26 നമ്മുടെ ടി ജിയുടെ ഭാഗത്ത് 26 ആണ്. എനിക്കുള്ളതാണോ? എന്താടാ? പ്രിയോറല്ല. ഡൊമിനിക്കില്ല. ഡൊമിനിക്കിനെ കൂട്ടത്തില്ല. ഡൊമിനിക്കിനെ കളിക്കാൻ പറ്റത്തില്ല. ഡൊമിനിക്ക് ശരി ശരി ശരി. ഇത് ഇപ്പൊ ചോദിക്കുന്നത് ഹോൾഡ് ആയിരുന്നോണ്ട് മാത്രമാണ് കേട്ടാ. എന്താടാ അതിന് മേലേക്ക് ഉണ്ടായിരുന്നോടാ ഒരു 25 എന്തോ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ നേരത്തെ ഡൗൺ ആയ പ്ലെയർ മാറ്റാന്നല്ലാണ്ട് ഇപ്പൊ കറന്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ടി ജിയുടെ ഭാഗത്തേക്ക് നമുക്ക് സ്പെക്ക് നോക്കുമ്പോൾ ടി ജി എ പലേട്ട സൈഡ് ഓൺ ഗോയിങ് ആണ്. പലേട്ട സൈഡ്. എടാ ഇന്ന് കൺസൈൻമെന്റ് ഉണ്ടായില്ല. ഹലോ ഹലോ അപ്പൂട്ടാ. വേറെ സ്ഥലത്തേക്ക്. ഹലോ, ഓക്കെ, ഐ തിങ്ക് ഇവർ സാൻഡിയിലേക്കാണ് പോകുന്നത് കേട്ടോ. ടി ജി ടി വി കൗണ്ട് എന്ന് പറഞ്ഞാൽ 27 versus 20 അല്ല 26 versus 24. 25 versus 26. 27 കയറുന്നുണ്ട്. ഓക്കെ, 27th പ്ലെയർ കയറുന്നുണ്ട്. നമുക്ക് നോക്കാം കയറുമോ ഇല്ല. എന്താ വേറെ സ്ഥലത്തേക്ക് തീപിടിച്ചു. ആ ഓക്കെ, ശരി 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 ശരി.
ഇത് കണ്ട TBS ഇൻഗ്രീഡ് എന്താ അവനാ ടീപ്പ് അടിച്ചു വേറെ സ്ഥലത്ത് ഒരു മഞ്ഞ കോണാന്ന് പറഞ്ഞു. ഇല്ല പറഞ്ഞ തിരിച്ചാക്കിട്ടുണ്ട്. അല്ല ഇനീഷ്യലാണ് അത് കാരണമാണ് അവർ സാൻഡിക്ക് പറഞ്ഞിട്ടുള്ളത്. അവനല്ല നീ ടീപ്പ് അടിച്ചു വേറെ തന്നെ ടീപ്പ് അടിച്ചു. ടിക്കറ്റ് അങ്ങോട്ട് വേണം മാറിപ്പോയിണ്ടാവും. നോ ഇഷ്യൂസ് മാറി വിട്ട് ആ കേട്ടു ഇല്ലാന്നല്ല കേട്ടു. എൻ്റെ മറ്റേ ഇയർഫോൺ കാണുന്നില്ല. എനിക്ക് ഇത് വെച്ചിട്ട് ആകെ തലാൻ നടക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ മറ്റേ ചെറിയ ഇയർഫോൺ കാണുന്നു. എന്താ ഇവിടെ റൗണ്ട് അടിച്ച് കളിക്കാം. ഓക്കെ, ഈ മലയിലേക്കാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ ഈ മലയിൽ ഫൈറ്റ് കണ്ടിട്ട് എത്ര നാളായി ഗൈസ്? നിങ്ങൾ 25 പ്രീവാർ ലിമിറ്റ് അല്ലടാ, ഇത് ഇനീഷ്യലല്ലേ? ഇനീഷ്യൽ ലിമിറ്റ് കറണ്ട് ഇല്ലല്ലോ. ഇല്ല, ഇനീഷ്യൽ ലിമിറ്റ് ഇല്ല. സാൻഡിൽ അവർ പോന്നിട്ടുണ്ട്, കാരണം ഇത്ര ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സോ അവർ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. യെസ്, ഞാൻ പറഞ്ഞില്ലേ ഒരു സാൻഡിൽ എത്തിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഈ മലയിലാണ് അപ്പോൾ അവർ കറൻ്റ്ലി ഹോൾഡിങ്. ഓക്കെ, TV ഇപ്പോൾ ഉള്ളത് ഹാർമോണിയുടെ ഏരിയ അല്ല, റബൽ ബിൽഡിങ്ങിൻ്റെ ഏരിയ തന്നെയാണ്. ഹാർമോണി അല്ല, റബൽ ബിൽഡിംഗ് ഏരിയയിൽ TV കാണാം. ഓക്കെ, അവിടെ ഫയറിങ് സ്റ്റാർട്ട് ചെയ്തു. ലോഡിങ്ങിൻ്റെ ആട്ടോ ഇവിടുത്തെ ഈ ഏരിയയിൽ ലോഡിങ്ങില്ല. ഓക്കെ, TG ഇവിടെ ഇറങ്ങി അടിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കിൽഫീഡ് ഉണ്ടാക്കിയ അഡ്മിൻ കിൽഫീഡ്. ആ ഓക്കെ, കിൽഫീഡ് ഓണായിരുന്നില്ല. ഓക്കെ, TGയുടെ ഭാഗത്തുനിന്ന് ഇനീഷ്യേഷൻ വന്നിട്ടുണ്ട്. TGയുടെ ഭാഗത്തുനിന്ന് TG ഇറങ്ങി അടിച്ചിട്ടുണ്ട്. ഓക്കെ, TV ഇവിടെ ഇറങ്ങി അടിക്കുന്നുണ്ട് കറന്റ്. TV ഓക്കെ, TG ഇറങ്ങിയിട്ടുണ്ട്. TV ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഐ തിങ്ക് നല്ല രീതിക്ക് പണി കിട്ടാം. ഇവിടെയുള്ള പ്ലേയേഴ്സിന് TVത്തെ പ്ലേയേഴ്സ് ഒറ്റപ്പെട്ട് പോയിട്ടുണ്ട്. ഓക്കെ, TGയെ പോപ്സ് ആൻഡ് 3 പിക്ക് അവിടെ വീണിട്ടുണ്ട് TVയുടെ ഭാഗത്ത്. ഓക്കെ, TG നല്ല അടിച്ചു കയറുന്നുണ്ട് TG. ഇവിടെ TGയെ നല്ലൊരു അടി അടിക്കുന്നുണ്ട്. TVത്തെ 5-6 പേരെന്തോ ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ 7 ആള് ഡൗൺ ആയിട്ടുണ്ട്. TGയുടെ ഒരു നല്ലൊരു അടിച്ചു കയറ്റാണ് കാണുന്നത്. ഓക്കെ, TVയും 2 പിക്ക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കറന്റ്. TV മദാര അടുത്ത പിക്ക് എടുക്കുന്നു, SJ എടുത്തു. അപ്പോൾ TVയുടെ ഭാഗത്താണ് കൂടുതലും. ഓക്കെ, പിക്കുകൾ വീണ്ടും TGയുടെ ഭാഗത്തേക്ക് പോകുന്നു. ഓക്കെ, സ്നൈപ്പിന് എടുത്തു, ക്രിസ്റ്റി അവിടെ ബൊബോയിന് എടുത്തു, അവിടെ എയ്സ് അവിടെ ഒരു പിക്ക് എടുക്കുന്നുണ്ട്, നോക്കാം. ഓക്കെ, ബാക്കിൽ കൂടെ കയറി ഫ്ലിപ്പിന് എടുത്തു. ഇത് ആരെടുക്കും ഗൈസ്? 2 നല്ലൊരു അടിയാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശശിമച്ചാൻ നല്ല ടാഗ് ആണ്. ശശിമച്ചാൻ ഡൗൺ. TGയുടെ ചെകുത്താൻ ഡൗൺ ആയിട്ടുണ്ട്. നല്ല രീതിക്ക് 2 സൈഡും പിക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു കിടിലും അടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കിടിലും അടി. അഖിൽ ജോഡ് ഡൗൺ ആയി. നീ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നോക്കണേടാ. ഓക്കെ, ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് നോക്കണേന്ന്. ഓക്കെ, സ്റ്റോക്കർ ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. കിണ്ടി അവിടെ ഡീമൻ ജുഗ്ഗുറാണ് അവിടെ പിക്ക് എടുത്തത്. ഓക്കെ, ഈ TGയുടെ കുഞ്ഞ് ഇവിടെ കാണുന്നുണ്ട്. സാവേജ് അല്ല, സിംഗിൾ ലോലൻ എലി ഇറക്കുന്നുണ്ട്. അല്ല, ഇനീഷ്യല നോക്കണ്ട ഒഴിവാക്കിക്കോ. ഇവിടെ മോനെ ഇത് TV തിരിച്ചു അടിച്ചെടുത്തോ. 2 പേരെന്തോളൂ. അവിടെ ആളുണ്ട്, ആവശ്യത്തിന് ആളുണ്ട്. എടാ അടിച്ചെടുത്തോടെ.
പട്ടിത്തീറ്റകളെ പണ്ടും എന്റെ അടുത്ത് വന്ന് 5 എണ്ണം തൂറി, ഇന്നും 5 എണ്ണം തൂറി. കോൺഫിഡൻസ് ഒക്കെ വേറെ ടീമിന്റെ അടുത്ത് അവന്റെയൊക്കെ ഗുണവേട്ടാത്തൊന്നും വന്നു അങ്ങ് ഉറക്കൊന്ന് ഞാൻ അവിടെ ഉണ്ട്. എടാ ഫസ്റ്റ് 8 പിക്കൊന്ന് വന്നത് ടിവിയുടെ ഭാഗത്താണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ടിവിയുടെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചൊരു കളി കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ 8 പിക്ക് വന്ന സമയത്ത് മോനെ ഇല്ല ഇഷ്യൂ ഇനി കത്തിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ വരണം മടിയല്ലോ. ഓക്കെ ഓക്കെ പറ എല്ലാത്തിനും എടുത്ത് എന്റെ ഇവിടെ നടക്കിട്ട് കേട്ടോടാ ഇതിന് കേക്കണുണ്ടായി കേട്ടാ. ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ നിനക്ക്. ഇപ്പൊ കിട്ടിയില്ലേ, വായി കിട്ടിയില്ലേ നിനക്ക്? ഡോക്ടർ പോലും പറയുന്നു നല്ലൊരു പ്രിവറായിരുന്നു. അല്ല ഇനീഷ്യലായിരുന്നു. വാണിങ് എന്തിന്റെ വാണിങ്ങാടാ? പാമ്പാടി രാജനെയും ഇതുപോലെ പണ്ട് രാഷ്ട്രപ്പോ ഇതേപോലെ വന്നു 5 എണ്ണം തൂറി. എടാ കൊമ്പനെ നീയൊന്നും ആയിട്ടില്ല, ഇപ്പോഴും ആയിട്ടില്ല, മനസ്സിലായി? ഇപ്പോഴും നീയൊന്നും ആയിട്ടില്ല. എല്ലാ ഡോക്ടർ EMS ഉണ്ട്. ഇത് മറ്റേ പ്രീവാർ അല്ലേ, ഇനീഷ്യൽ അല്ലേ? ഈ സൈഡാ? മനസ്സിലായി. അവിടെ ഓസി പറഞ്ഞു ഞാൻ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഒരു കാര്യം പറഞ്ഞാൽ ഞാനൊരു പോയിന്റിൽ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ TG അടിച്ചെടുത്തു വിചാരിച്ച റൗണ്ടാ. ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. പക്ഷെ അവിടെ നീലനും ഒക്കെ നീലന്റെ ഒക്കെ പിക്കുകളെ ഒരു രക്ഷയില്ല. ഡിസ്കസ് ചെയ്യാതിരിക്കാൻ ഞാൻ മന്ദാരത്തിനെക്കാട്ട് കൂടുതൽ ഞാൻ എന്നാണ് നീലനോൺ ആഷ്ബ്രൂട്ടലോൺ മാരക കളി കേട്ടോ. നല്ലൊരു കളിയായിരുന്നു. നല്ലൊരു കളിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വിചാരിച്ചത് TG അടിച്ചു കൊടുത്തു. കാരണം ഇവിടെ TV കുത്തിയത് ഇവർ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയി. മനസ്സിലായോ? TV കുത്തിയത് ഒറ്റപ്പെട്ടു പോയി. ഈ സമയത്ത് ഇവിടെ നിന്ന് നല്ല രീതിക്ക് ഒരു അഗ്രസീവ് പുഷാണ് വന്നതെങ്കിലും പക്ഷേ അവർ വീണ്ടും TV ഈ സൈഡിൽ കുത്തിയിട്ട് വീണ്ടും ആ ഒരു പോയ പിക്കുകളൊക്കെ തിരിച്ചെടുത്തു. പിന്നെ റൊട്ടേഷനിൽ വന്നതിലും ഒരുപാട് പേര് ഇവിടെ ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. നൈസായിട്ട് കളിച്ചു. അവരുടെ പുഷ് നല്ല കിട്ടിലും പുഷായിരുന്നു. അവരുടെ കിട്ടിൽ 8 പിക്ക് വന്നത് 8 പിക്ക് ആദ്യം വന്നു TGക്ക്. 8 പിക്ക്. ഞാൻ വിചാരിക്കുന്നത് അവിടെ കളി മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഫ്ലാങ്ക് അടിച്ചു വന്നിട്ട് നീലന്റെയോ എക്കൂസയുടെ ആരുടെയോ ഒരു ഇതുണ്ടായിരുന്നു. ലാസ്റ്റ് കുത്തിയ 3 വണ്ടി അതാണ് അവിടെ കളി മാറ്റിയത്. ലാസ്റ്റ് കുത്തി 3 വണ്ടി. നൈസ് ഒരു കളിയായിരുന്നു. ഇല്ലടാ സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ TG അവിടെ അടിച്ചെടുത്തു എന്ന് വിചാരിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം 8 പിക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ. TVയുടെ 8 പിക്ക് പോയി. 8 പിക്ക് പോയതും നിസ്സാരം പ്ലേയേഴ്സ് ഒന്നല്ല 8 പിക്ക് പോയത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഡെസ്ട്രോ, പിന്നെ നമ്മുടെ എയ്സ്, മെസ്ബോയ്, സെക്കൻഡ്, ഇങ്ങനെയുള്ളൊരു 8 പിക്സാണ് പോയത്. മനസ്സിലായോ? നല്ല രീതിക്ക് അടിക്കുന്ന പ്ലേയേഴ്സ് തന്നെയായിരുന്നു. ആ 8 പിക്ക് പോയതിന് ശേഷമാണ് ഹോസ്റ്റേജ് വേണമെങ്കിൽ എടുക്കാം. കണ്ടിന്യൂ ആണെങ്കിൽ ഹോസ്റ്റേജ് എടുക്കാൻ പറ്റുമായിരിക്കും. അവർക്ക് വേണമെങ്കിൽ ഒരു പ്ലെയറിനെ എടുത്തിട്ട് വേണമെങ്കിൽ ഹോസ്റ്റേജ് എടുക്കാം. യെസ് ഓഫ് കോഴ്സ്. ഇനീഷ്യലാണ് അതേക്കാൻ.
മറ്റേ ഇപ്പം മറ്റേ EMS ഇല്ലെങ്കിലും മോട്ടോർ റിവ്യൂവിൻ്റെ ടൈം കൂട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുറച്ച പട്ടി എടുത്ത് കുറച്ച പട്ടി അണ്ണാ കൊമ്പാച്ച നിനക്കല്ലേ കൂടുതൽ അങ്ങ് സംസാരിക്കണ്ടേ? സാറേ ഇവനെ മാത്രം പൊക്കണേ സാറേ, ഇവനെ മാത്രം പൊക്കണേ ഇവിടെ മറ്റേ ഫാൻസി സൈഡ് മല CID എല്ലാരും മാറി. നിങ്ങളൊക്കെ എത്ര അടിച്ചെന്ന് പറഞ്ഞ കണക്ക് പറഞ്ഞാലും എടാ ഇവിടെ ഒരാൾ WR അടിക്കുക. എക്സലറേറ്റ് ഇല്ല ഇവിടെ ഇവിടെ. ഓക്കെ ഓക്കെ. സംസാരിക്കുന്നത് നീ എന്തോ ഉണ്ടാക്കിയേ? ഒന്ന് കാണിച്ചേ. കേട്ടില്ല. നീ എത്ര പേര് അടിച്ചെന്ന് പറഞ്ഞ കണക്ക് പറഞ്ഞ് ഇങ്ങോട്ട് വരല്ലേ കേട്ടാ? നമ്മളെ എത്ര നിൽക്കാനാകുമ്പോ നമ്മള് പറയാം. പറയണ അങ്ങോട്ട് കേട്ടാതി കേട്ടല്ലോ. നീ അങ്ങ് വലിയ 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 കണക്ക് പറയണേ. നിനക്ക് കണക്ക് പറയാനില്ലേ? നിനക്ക് കണക്ക് പറയാനില്ലേ? നീ പറയാ ഞാൻ തോക്കെടുക്കുമ്പില്ലേ നീ ഇല്ലേ നീ അന്ന് വിട്ടോ അപ്പളേ പറഞ്ഞല്ലേ മക്കളെ വേണ്ട വേണ്ടാന്ന്. 25ഓളം തോക്ക് പോയല്ലടാ. 25ഓളം തോക്കും പോയി. മോനെ മോനെ ലീഡർ ഡിപ്പാണ് കേട്ടോ. ലീഡർ ഡിപ്പാ കേട്ടോ മോനെ. ലീഡർ ഡിപ്പാണേ മനസ്സിലായില്ലേ? ലീഡർ ഡിപ്പാ. പിണ്ടങ്ങളൊക്കെ അഴിവില്ലടാ. മോനെ നീയേ പോയില്ലടാ. അണ്ണൻ പറയട്ടെ. ഞാനെവിടെ പോയില്ലടാ. എന്താ ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എന്റെ അടുത്ത് ഒരു മിനിറ്റ് ഒന്ന് മിണ്ടായിരിക്കും. എല്ലാരും മിണ്ടായിരിക്കും. ദൈവത്തിനെന്തോ പറയണ്ട്. മിണ്ടായിരിക്കും. ഞാൻ പേര് കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്താ കാണിക്കാത്ത? അത് പറ. അത് പറഞ്ഞപ്പോ ഞാൻ എടുത്തു. മിണ്ടായിരുന്നടാ. എടാ വാസു ഞാൻ മിണ്ടായിരിക്കുവാണ്. ഡോക്ടർ മേലെ കയറിക്കോ. അനൗൺസ്മെന്റ് പോവാ. ഡോക്ടർ മേലെ കയറിക്കോ. അവര് മിണ്ടുണ്ട്. പറഞ്ഞില്ലടാ. പിന്നെന്താണ്? അല്ല ഒരു മിനിറ്റ്. ടി വി ഒന്നും മിണ്ടാണ്ടിരിക്കണം. കൊമ്പന്റെ അടുത്താണ് ബ്രോ നമുക്ക് ഇവിടെ 30 മിനിറ്റ്സ് ആണ് നമ്മളിവിടെ ഒരാളെ ഹോസ്റ്റേജ് ആക്കാൻ ടൈം കൊടുക്കുന്നത്. ബ്രോ എപ്പോഴാണോ ഫിയർ കാണിച്ചു തുടങ്ങുന്നത് അതുകൊണ്ടുള്ള ടൈമേ നമ്മൾ മിണ്ടാണ്ടിരിക്കും. ഞങ്ങള് സംസാരിക്കാം. വെയിറ്റ് വാസു കൂടെ വന്ന് അതവിടെ നോക്കുന്നുണ്ട് ഡോക്ടർ. എന്തിനാ ഒന്ന് വരാവോ? നാട്ടിൽ ഒന്ന് വരാവോ? നിങ്ങളല്ലേ അവിടെ? ഹലോ 52
അമ്പത്തൂരേ 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 അമ്പത്തൂരേ. ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണേ. എന്ത് പറ്റി എന്ത് പറ്റി? എടാ, ആശ ഇങ്ങ വണ്ടി കൊണ്ട് ആശ വണ്ടി കൊണ്ട് ഇങ്ങോട്ട്. എന്താ ടയർ പൊട്ടാത്താണോ? ബ്രോ അതല്ല ഇനി വാങ്ങിയ പറഞ്ഞത് ഇത് നോക്ക്. ബാക്കിൽ നിന്ന് ഫയർ ചെയ്തേ. ബാക്ക് ആശ ഓടി. ആ ഇനി ആ ടയറിൽ കൂടെ ഒന്ന് ബാക്ക് അവനെ അടിച്ച് ആ ടയറിൽ കൂടെ എടാ സെൻസർക്ക് വെടിയൊക്കെ ടയറിൽ കൂടെ ഡ്രൈവറിനെ അടിച്ച് ഈ അകത്തൂടെ ഈ ബാക്കിന്റെ കണ്ടാ ഒന്ന് അടിച്ചേ ബ്രോ. ഇത് കണ്ടോ? അവിടെ തന്നെ ബാക്കിൽ ഇവിടുന്ന് കറക്റ്റ് ഇവിടുന്ന് കണ്ടാ. വാട്ട് ഈസ് ദിസ് ബ്രോ? എന്താ വണ്ടി കയറി ഒരു മിനിറ്റ് ഡോക്ടർ ഒരു മിനിറ്റ്. ശരി അത് നോക്കാം ചെക്ക് ചെയ്യാം. എടാ വടിയിലുണ്ടോ അവിടെ? വടിയിലു TGയുടെ ഗ്യാങ് വെഹിക്കിൾ എടുക്കാം. എന്നിട്ട് വണ്ടിയുടെ അല്ല ഇത് ഞാൻ പിന്നെ ചെക്ക് ചെയ്തോളാം. എനിക്ക് 2 ആള് വേണം, അത് ചെക്ക് ചെയ്യാം പിന്നെ ചെക്ക് ചെയ്യാം. ഹലോ പിന്നെ CM 25 പേര് കൂടുതലുണ്ട്. ഞാൻ പറയാണ് ഇറങ്ങി 25 പേര് പാടുള്ളൂ. പ്രീവാറാണ് അതിന്? ഇല്ല ഇനീഷ്യല് കൗണ്ട് ഇല്ല. ഇത് ഇനീഷ്യൽ സിറ്റുവേഷനാ. ഓക്കെ, ഇത് ഇനീഷ്യൽ സിറ്റുവേഷൻ. മറ്റേന്ന് പറയുന്നത് ഹെൽപ്സ് ക്ലിയർ അല്ലടാ എല്ലാരും. ഹെൽപ്പ് ഓക്കെ. ഞാൻ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നോ? നത്തിങ് എൽസ്. അത് പ്ലെയർ എങ്ങനെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. പ്ലെയർ ഓൾറെഡി അവരുടെ കയ്യിലിരിക്കുക. ആ സമയത്ത് F സ്പാം ചെയ്ത സമയത്ത് വെഹിക്കിൾ മറന്നല്ലോ. F സ്പാം ചെയ്ത സമയത്ത് ഡയറക്റ്റ് തൊട്ടപ്പുറത്തെ വെഹിക്കിൾ കയറിപ്പോയി. സോ പ്ലെയർ അവരുടെ ആനിമേഷനിൽ കറക്റ്റ് കാണാം. അതായത് പ്ലെയർ കയറി പോകുന്നത് കറക്റ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. അതായത് ഹോസ്റ്റേജ് എടുക്കുന്ന സമയത്ത് കയ്യും തല ഇങ്ങനെ ഇരിക്കില്ലേ, അതുപോലെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് കയറി പോയിട്ടുള്ളത്. ഓക്കെ, നമ്മള് പ്രയോഗി ഓക്കെ. It was a back. അല്ല സംസാരിക്കണം. ഇവിടെ നിക്കറി നിർത്തിയേക്കാൻ നിനക്ക് പ്രശ്നമാണ്. നിനക്ക് ചില്ലറ കഴപ്പല്ലാത്തോണ്ടല്ലേ നിന്നോട് നിക്കറി നിർത്തിയേക്കണേ. എന്തോ എന്താ പ്രശ്നം കണ്ണാപ്പി എന്തോ ചീകളയും പൂളിക്കളയും എന്തായിരുന്നു? ചൊലത്തോന്ന് പറഞ്ഞല്ലോ. സംസാരിക്കണെന്ന് പറഞ്ഞില്ല. അതെന്താണ് എടുക്കാൻ കഴിവില്ലെന്നൊക്കെ പറയാൻ എന്തോ പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ നിക്കുന്നില്ലേ? നീ അവിടെ ഇരുന്ന് സറണ്ടർ വെല്ലുവിളിച്ചല്ലോടാ. ആരാണ് നിന്റെ വിചാരം? 9 വട്ടം അടി മേടിച്ചിട്ട് നിനക്ക് ഇത്ര അഹങ്കാരം പാടില്ല, മനസ്സിലായ? ഇത്ര അഹങ്കാരം നിനക്ക് പാടില്ല. 9 വട്ടം നീ മേടിച്ചല്ലേ? ഒരു വട്ടം നിന്റെ അഹങ്കാരത്തിന് ഇതിനൊക്കെ കേൾക്കുന്നതിന് ഒരു ഇതുണ്ടായിരുന്നു. എന്തിന് ഇങ്ങനെ എങ്ങനെയാണോ ഡയലോഗ് അടിക്കാൻ പറയുന്നത്? ഇത്രയും നല്ല കൊണ്ടിട്ടും അതൊന്നും പറഞ്ഞടാ. നീ ആ കഥ എപ്പോഴും പറയുമല്ലോടാ. ഒന്ന് പറഞ്ഞടാ. നീ ആ കഥ ഇവിടെ പറഞ്ഞിട്ട് നീ ആ കഥ ഇവിടെ അല്ലടാ നിന്റെ കൂട്ടത്തിലുള്ളവൻ പറയുന്നില്ല നമ്മളെങ്ങ് അടിച്ചു മലത്തിന്ന്. എപ്പോഴാടാ നീ അടിച്ചു മലത്തി? ഒന്ന് പറഞ്ഞ ആ കഥയെന്ന്. ആണോ? മെസ്സ് അടിക്കാൻ നിനക്കേ പറ്റും.
മുട്ടേരിപ്പല്ലേടാ, അവനറിയാം, അവനൊന്നും കുഴപ്പമില്ല. പുതിയ സിറ്റി ആവുമ്പോ റീസെറ്റ് ആവൂടാ, അതുകൊണ്ടല്ലേ ഹാക്കിട്ട് വിളിച്ചവനൊക്കെ ഇപ്പോഴും ഇതിനകത്ത് കളിക്കുന്നത്. ഉളുപ്പില്ലാതെ കളിക്കുന്നവൻ. അണ്ണാ നോർമലൈസ് ചെയ്യണേ അണ്ണാ, ഒന്നും പറയല്ലേ. ഒരു കുഴപ്പമില്ല അണ്ണാ, നോർമലൈസിങ് ആണ് അണ്ണാ. മറ്റേ കാര്യങ്ങള് ലൈവ് ഇടറാ. പൂരം അതും പോട്ടെ, പീക്ക് പീക്കാണ്. 25 പേരോട് സ്നൈപ്പ് പീക്കാർ. പീക്ക് പീക്ക് പീക്കടാ പീക്ക്. എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞോ എല്ലാരും. മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായോ നിനക്ക്? ഇങ്ങനെ ഇരിക്കും, മനസ്സിലായി? എന്താ അവർക്ക് 30 minutes ടൈം ഉണ്ട്. ദേ ക്യാൻ റെസ്പോണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. കൊമ്മന്റെ വായിൽ വിസ്പറാണ്. ഒറ്റ കൂട്ടിയിട്. ഓക്കെ ശരി. സ്പൈഡർമാൻ സെർച്ച് ചെയ്താൽ മതി. സ്പൈഡർമാൻ ഇട്. നീ ഇവിടെ കണ്ണേമില്ല. സ്പൈഡർമാൻ ടൈപ്പ്. സ്പൈഡർമാൻ ഇടറാ. നിന്റെ കേട്ടൂടെ നിനക്ക്? സ്പൈഡർമാൻ F4 ഞെക്കിട്ട് സ്പൈഡർമാൻ. സ്നേഹത്തോടെ പറയണം, സ്നേഹത്തോടെ. നിങ്ങൾ മിണ്ടാണ്ടിരി, വെയിറ്റ്. അത്രയുള്ള ആനെ അത് കമ്മ്യൂണിക്കേഷനാ അൺവാണ്ടല്ല. എന്തുവാടാ അത്? ആദ്യം ചാറ്റ് എന്താന്ന് വായിക്കടാ. ആരടുന്നേ? മോനെ ഡ്രൈവിംഗ് സീറ്റിൽ ആളുണ്ട്, നോക്കണ്ട. ഡ്രൈവിംഗ് സീറ്റിൽ സ്വിച്ച് ചെയ്ത് പോകാൻ നോക്കണ്ട. അതൊക്കെ കഴിഞ്ഞ്, ആ സമയമൊക്കെ കഴിഞ്ഞ്. സിറ്റുവേഷൻ്റെ ഇടയിലാടാ. സ്പൈഡർമാൻ ഇട്ട് ഇറങ്ങ. എന്താ ആയിട്ടില്ല. ഇല്ല 11:36 അവര് ഹോസ്റ്റേജ് എടുത്തിട്ടുള്ളത്. 12:06 വരെയാണ് അവർക്ക് ടൈം ഉള്ളത്. ഓക്കെ, 11:36 അവര് ഹോസ്റ്റേജ് എടുത്തെന്ന് പറഞ്ഞിട്ടുള്ളത്. 12:06 വരെ അവർക്ക് ടൈം ഉണ്ട്. എന്താ ഇതിന്റെ കൊണക്കുള്ള കേട്ടാ, മനസ്സിലായ? ഒന്നും കാണുന്നില്ല വിചാരിക്കില്ല. കുറച്ച് ദിവസമായിട്ട് പുറത്ത് വള്ളത്ത് നോക്കിയിട്ട് ഭയങ്കര ഫ്രസ്ട്രേഷൻ തീർക്കണം കേട്ടോ. അതിന്റെയാണ് ടിക്കറ്റ് നമ്പർ 115 ഒന്ന് നോക്കൂ. കൂടുതൽ ആരാണ്ട് ടിക്കറ്റ് നമ്പർ 115. മടുത്ത് അയ്യോ. മതി. ഇവനെ ഒന്നും മറക്കണ്ട, പോട്ടെ. അലൈവായിട്ട് തന്നെ പോട്ടെ. ആള് വന്നപ്പോ ആദ്യം കക്കൂസിലോട്ടാണ് പോയെ. കക്കൂസ് കഴിയില്ല ആള്.
അണ്ണാ ഇവനെ നീന്തി വിട്ടാലോ അണ്ണാ ബാക്കിലെ വെള്ളത്തിലോട്ട് ചാടിപ്പിച്ചു വെള്ളത്തിലോട്ട് ഇട്ട് അണ്ണാ വേണ്ട പോട്ടറാ കൈ പോയിക്കേ എടാ അതൊക്കെ എടുത്തിട്ടായിരിക്കടാ ഒന്ന് തന്നെ കേട്ടത് ശരിയാ വരുന്ന കൈ പൊക്കളിയാ കൈ പൊക്കണ കൊമ്പ ആ സാരമുണ്ടല്ലോ ഏറൊക്കെ ഉണ്ടല്ലോ ഫോൺ റെഡി അതെ പൈസ കൈ വെക്കുക മോനെ കൈ വെക്കുക 5 ലക്ഷം എടുത്തു എടാ ലിമിറ്റ് ഉണ്ടല്ലോ 5 ലക്ഷം ലക്ഷത്തിന്റെ വാല്യബിൾ എടാ ചുമ്മാ അല്ല ഒരാളെടുക്കേ മാറിക്കൊല്ലല്ലേ 6 ലക്ഷം തികച്ചെടുക്കാനില്ല അവന്റെ ഗ്യാങ്ങിന്റെ ഗ്യാങ് മൊത്തം എടുത്താ എടാ വില്ലുവൻ എടുത്തില്ലേ ആളെ എനിക്ക് എടാ, ഒന്ന് മാറിയടാ എടാ വെടിയൊക്കെല്ലടാ ഒന്ന് മാറാ ആണാ പൈസ എടുക്കട്ടെ പട്ടികളെ എടാ അവന്റെ ആകെ 6 ലക്ഷം നീല എന്താ സിറ്റുവേഷൻസ് ഇല്ലേ ഓപ്റ്റിറ്റ്യൂഡ് എടുത്ത് IMS സിറ്റുവേഷൻസ് ഡെഡ് അല്ലെങ്കിൽ TXL റിവോൾവ് കൊടുത്തേക്ക് ഇപ്പൊ കറന്റ് മറ്റേ CIDയുടെ ഓട്ടറിവ് ഉണ്ട് 7 to 8 മിനിറ്റ്സ് അല്ല 8 to 10 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഓട്ടറിവ് ആവും. ഓക്കെ അത് 11:36. ഇല്ല ടൈം ഉണ്ട് 12:06 വരെ സമയമുണ്ട്. വിടുന്നുണ്ടല്ലോ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ ബാക്കിയുള്ളവരെല്ലാം ഒന്ന് ബാക്കിലോട്ട് വേണം വിളിച്ചേ അപ്പൊ ഇവിടെ നിന്നൊരു സാധനം അങ്ങ് തന്നു വിട്ടേക്കാമേ കേട്ടോ. ബൈ അടുത്തേക്കില്ലേ മാറി ഇടിക്കല്ലേ അവൻ ചത്തു ഇടിക്കല്ലേ. അയ്യോ സാധനം മാറി നീ അളിയാ നീ ഒന്ന് എക്സ് അടിച്ചേ ഒന്ന് റിഫ്രഷ് ചെയ്തേ ചെയ്തോ കൊമ്പനെല്ലാം അറിയാം കേട്ടോ. ഇനി മേലെ ഇതെന്താ ഇങ്ങനെ ഇനി മേലെ ഇവിടെ വന്ന് വെല്ലുവിളിക്കല് കേട്ടാ ഓടണം. ഇവന്താ പോത്തവൻ വേറെ ഇവനെന്താ ഉടായിപ്പെട്ടിരിക്കോ കേട്ടോ കള്ളൻ. കള്ള നീ ഉടായിപ്പ് കാണിക്കല്ലേ നീ റിഫ്രഷ് അടിച്ചതാ കള. ഒന്നുകൂട്ടാ എടി ഇത് എന്താണ് ഇവ കാണിക്കുന്ന ഇത് വേറെ ഇങ്ങോട്ടില്ല. അളിയ നീയേ എന്നാ ഞാൻ പറയാം നീ പണിഷ് കിക്ക് 2 ഇട്. അളിയ പണിഷ് കിക്ക് അല്ലല്ലേ ഇവൻ ചേട്ടാ നീയാ പണിഷ് കിക്ക് 2 അടി. പണിഷ് കിക്ക് 2 മാറിക്ക് കൊമ്പച്ച പണിഷ് കിക്ക് 2 അടിയാണ് കൊമ്പച്ച. എടാ നീ പണിഷ് കിക്ക് 2 അടിയടാ അടി. ആ സെറ്റിംഗ് അറിയാവോ കൊമ്പ? UNISH സ്പേസ് കിക്ക് 2. എടാ ഇത് വേറെ ആരെങ്കിലും ചെയ്ത് നോക്കിയടാ.
ഇവനെന്തോ ഇവന്റെ സാമാനം വരെ തിരിഞ്ഞിരിക്കുന്നു. സമയം ഇല്ല ഒരു അടി കൊടുക്കണ്ടായിരുന്നു കൊടുത്ത പറ്റുന്നില്ലല്ലോ അണ്ണാൻ കൊന്നുകളയണ അത്രയുള്ള കുഴപ്പം കഴിഞ്ഞ് അവന്റെ ഒരു റീഫ്രഷ് അടി. പെട്രോളിനൊക്കെ എന്താ വിലയാ? ഈ തീട്ടത്തിനൊന്ന് ഇങ്ങനെ ഒഴിക്കല്ലേ.